2026 ഏപ്രിൽ മാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. മിഥുനക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകയിര നക്ഷത്രത്തിൻ്റെ അവസാന പകുതി ഭാഗവും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂർ എന്ന് പറയുന്നത്. അതിൻ്റെ ഫലങ്ങളെന്ന് വെച്ചാൽ നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ധാരാളം ഗുണം ഈ മാസം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ പല സഹായങ്ങളും പല രീതിയിലുള്ള ഇതൊക്കെ അവർക്ക് ലഭിക്കും, ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണിത്. ആത്മധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്നു. നേരത്തെ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു ആത്മധൈര്യക്കുറവ്, വിശ്വാസക്കുറവ്, ഭയമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നു. എന്തും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ലഭിക്കുന്നു. ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള ഒരു കഴിവും ലഭിക്കുന്നു. അതുപോലെ ദമ്പതിമാർ തമ്മിൽ ആരെങ്കിലും പിണങ്ങി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നിച്ചു ചേരുന്നതിന് സാധിക്കുന്നു. പല രീതിയിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് തന്നെ പല രീതിയിൽ പാഴ്ചെലവുകളും ഏതെങ്കിലും രീതിയിൽ ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതുപോലെ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാ തടസ്സങ്ങൾ, ഇപ്പോൾ ഫീസ് കെട്ടാനുള്ള തടസ്സങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ, ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ ആണെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹാരമായി നിങ്ങൾക്ക് വിദ്യാഭ്യാസം തുടരാൻ സാധിക്കുന്നു. അതുപോലെ പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ, ഉദ്യോഗസ്ഥന്മാർക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ ഉണ്ടെങ്കിൽ അതും ലാസ്റ്റ് സമയത്ത് നിങ്ങൾക്കത് മാറ്റി അത് നിങ്ങൾക്ക് ഗുണമായി ഭവിക്കുന്നു. അകാരണമായ ഭയം, ആദി, സംശയം ഇവയെല്ലാം മാറിക്കിട്ടുന്നു. അതുപോലെ പല രോഗങ്ങളും നിങ്ങൾക്ക് ഉള്ളവരാണെങ്കിൽ അതിനൊക്കെ ഒരു ശമനം വരുന്നു. വിശേഷിച്ചും വാതരോഗവും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളെല്ലാം കുറച്ച് ശമനം വരുന്നു. അല്ലെങ്കിൽ അതിനുള്ള സർജറി ചെയ്യേണ്ടവർക്കാണെങ്കിൽ അതെല്ലാം അതുമൂലം പരിഹരിക്കപ്പെടുന്നു. അതുപോലെ മാനസികമായിട്ടൊരു ക്ഷേമം ഉണ്ടാകുന്നു. അതുപോലെ കീർത്തി, വിശ്വസ്തത, സ്വഭാവ മഹാത്മ്യം എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. ചില നക്ഷത്രങ്ങൾ മോശം രാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. മാതാപിതാക്കൾക്ക് കുറച്ച് രോഗങ്ങളും ദുരിതങ്ങളൊക്കെ വരാനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മതപരമായ കാര്യങ്ങൾക്ക്, പൂജാപരമായോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കുറച്ച് മുടക്കം വരുന്നതിന് സാധ്യതയുണ്ട്. ഭാഗ്യഹാനി വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ വളരെ വിലപ്പെട്ട വിരുന്ന് സൽക്കാരങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് ക്ഷണം കിട്ടിയാലും അത് അവിടെ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു ചേരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ, അതിപ്പോൾ വിവാഹബന്ധം ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വിവാഹബന്ധങ്ങൾക്ക് വേണ്ടി കല്യാണ നിശ്ചയത്തിനൊക്കെ തീയതി കുറിക്കുകയും കല്യാണത്തിന് വേണ്ടി ഉള്ള ഒരു സമയം കുറിക്കുകയൊക്കെ ചെയ്തിട്ട് പിന്നെ അത് ഇപ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം മൂലം അത് മാറ്റിവെക്കേണ്ടതായിട്ടുള്ളൊരു സാഹചര്യം വരുന്നതായിട്ടും കാണുന്നുണ്ട്. എന്ത് കാര്യം തീരുമാനിച്ചാലും വളരെ അധികം ആലോചിച്ച് യുക്തിപൂർവ്വവും ബുദ്ധി ചേർത്ത് ഉള്ള വളരെ പരിചയസമ്പന്നരും വിശ്വസ്തമായ ആൾക്കാരോട് ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ അതെല്ലാം ബുദ്ധിശൂന്യത്തിലേക്ക് വരാനൊരു ഇതുണ്ട്. അതുപോലെ സഹോദരങ്ങൾക്ക് ചില രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശരീരത്തിൻ്റെ രക്തശുദ്ധീകരണം നടക്കുന്നില്ല എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഇനി ഈ മിഥുനക്കൂറിൽ വരുന്ന ആൾക്കാരുടെ വയസ്സിനനുസരിച്ച് ഓരോ നക്ഷത്രത്തിനെയും വേർതിരിച്ചാണ് പറയുന്നത്. ആദ്യം മകയിര നക്ഷത്രക്കാർക്കുള്ളതാണ്. 18 വയസ്സ് വരെയുള്ള മകയിര നക്ഷത്രക്കാർക്ക് ബന്ധുജനങ്ങളിൽ നിന്ന് പല സഹായങ്ങളും ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ സഹായം ലഭിച്ചുകൊണ്ടിരുന്ന അവർ നിങ്ങളുടെ ബന്ധുക്കളാവാം, മറ്റുള്ള സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരാകാം. അവർ പെട്ടെന്ന് വിദൂര സ്ഥലങ്ങളിൽ പോവുകയോ അല്ലെങ്കിൽ അവർക്ക് വേർപാടുണ്ടാകുകയോ ചെയ്യുന്നതിൽ അതൊരു ദുഃഖം വരുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് ഉന്നത വിദ്യാഭ്യാസം, നല്ല നിലവാരത്തിലുള്ള ഉന്നത വിദ്യാഭ്യാസം കിട്ടുന്നതിനുള്ളൊരു സാധ്യത അവർക്ക് ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഉയർന്ന നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചതിനാൽ അവർക്ക് ഉയർന്ന തൊഴിൽ ലഭിക്കുന്നതിനും ധാരാളം ധനം സമ്പാദിക്കുന്നതിനും പറ്റിയ ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താനഭാഗ്യം ഉണ്ടാക്കുന്നതിനെല്ലാം ഈ സമയം അവർക്ക്, ഈ കാലഘട്ടങ്ങൾ അവർക്ക് വളരെ ഗുണകരമായി ഭവിക്കുന്നു. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങളുടെ ഉയർച്ചയിൽ ചില അസൂയാലുകളുണ്ടാകും. നിങ്ങൾ എന്നും ജീവിതത്തിൽ ഇങ്ങനെ തരംതാഴ്ന്ന് കിടക്കും എന്ന് വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് ഒരു അസൂയ ജനിപ്പിക്കുന്നത് നിങ്ങളുടെ ഉയർച്ചയിലുള്ള ചില ആൾക്കാർ അസൂയ മൂത്തിട്ട് അവർ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ അപവാദങ്ങൾ പറഞ്ഞു വരുത്തുന്നതിനും നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. ഇത് വിശ്വസിക്കുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളും ബന്ധുക്കളും നിങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുത്തുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അന്യദേശം പോയി താമസിക്കുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്.
53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് അവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം അവർക്ക് ലഭിക്കും. ബുദ്ധി നേർവഴിയിലാകും. ധാരാളം ധനസമ്പാദ്യവും മറ്റ് ഐശ്വര്യങ്ങളും ഉണ്ടാകും. ശരീരത്തിൻ്റെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരമുണ്ടാകും. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസുഖങ്ങൾ, വാർദ്ധക്യസഹജമായ ചില അസുഖങ്ങൾ ഉണ്ടായെങ്കിൽ തന്നെയും മറ്റു രീതിയിലൊന്നും പ്രശ്നം കാണുന്നില്ല. കൃത്യസമയത്ത് വൈദ്യസഹായം അവർക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യവുമുണ്ട്. അടുത്ത തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ്. 12 വയസ്സ് വരെയുള്ള തിരുവാതിര നക്ഷത്രക്കാർക്ക് പല രീതിയിലുള്ള രോഗങ്ങളാലും കഷ്ടപ്പെടുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. എല്ലാ തിരുവാതിര നക്ഷത്രക്കാരും അല്ല, ചിലർ. അതുപോലെ ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് പ്രായത്തിനനുസരിച്ചുള്ള പക്വത വരുന്നതിനുള്ളൊരു സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അത്രയും ഒരു മെച്യൂരിറ്റി ഉണ്ടാവില്ല. അതുപോലെ തന്നെ അവർക്ക് ചില അസുഖങ്ങൾ വരുന്നതിന് സാധ്യതയുണ്ട്. ചില തിരുവാതിര നക്ഷത്രക്കാർക്ക് വസ്ത്രങ്ങൾ പോലും ഇല്ലാത്ത മാറി ഉടുക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. 12 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ഈ കഷ്ടകാലങ്ങളെല്ലാം മാറി അല്പാൽപമായി പുരോഗതിയുടെ ഉയർച്ചയിലേക്ക് അവർക്ക് എത്തിച്ചേരാം. ദാരിദ്ര്യങ്ങൾ, കഷ്ടപ്പാടുകളെല്ലാം അവർക്ക് മാറിക്കിട്ടും. അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും മാന്യമായ ഒരു തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് ഭാഗ്യമുണ്ട്. 28 വയസ്സ് മുതൽ 47 വയസ്സ് വരെയുള്ളവർക്ക് നിങ്ങളുടെ ഉയർച്ചയിൽ അസൂയാലുക്കളായുള്ള ആൾക്കാർ അവരെ പല വേണ്ടാധീനങ്ങളും നിങ്ങളെക്കുറിച്ച് പറഞ്ഞു പരത്തുകയും അതുമൂലം നിങ്ങൾക്ക് മിത്രങ്ങളും ബന്ധുക്കളൊക്കെ കുറച്ച് അകന്നു നിൽക്കുന്നതിന്, വൈരാഗ്യം പോലെ അകന്നു നിൽക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചില രോഗങ്ങൾ വരുന്നതിനൊരു സാധ്യതയുണ്ട്. വലിയ രോഗങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ളത്. പിന്നെ ചില പുരുഷന്മാർ നിമിത്തം സ്ത്രീകൾക്കും, ചില സ്ത്രീകൾ നിമിത്തം പുരുഷന്മാർക്കും ചില അപമാനങ്ങൾ, അത് മാനഹാനി വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇവരുമായിട്ടൊക്കെ ഇടപഴകാൻ. 47 വയസ്സ് മുതൽ 64 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം അവർക്ക് പല രീതിയിലും സമ്പാദിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ നടന്ന് കിട്ടുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നടക്കുന്നതിനും സാധ്യത കാണുന്നുണ്ട്. പ്രമേഹം അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും ഈ സമയത്ത്. 64 വയസ്സ് മുതൽ 71 വയസ്സ് വരെ ഉള്ളവർക്ക് പ്രത്യേകിച്ച് അവർക്ക് വേറെ അസുഖങ്ങളും പ്രയാസങ്ങളൊന്നും കാണുന്നില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു സമയം. ധനപരമായും വസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ, വസ്തുവകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ സുരക്ഷമായ നടപടികൾ സ്വീകരിച്ച് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ചില ആൾക്കാർ നിങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഇതെല്ലാം അപഹരിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇത് എല്ലാ തിരുവാതിരക്കാർക്കുള്ള, ചില തിരുവാതിരക്കാർക്കുള്ളതാണ്. അതിനാൽ അത് ശ്രദ്ധിച്ചാൽ മതി. 71 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അവരെ മുൻപ് അനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും, കഷ്ടപ്പാടുകളും, പ്രയാസങ്ങളും, ഭയവും എല്ലാം മാറിക്കിട്ടി നല്ലൊരവസ്ഥയിലേക്ക് നീങ്ങുന്നൊരു സമയമാണ്. അസ്ഥിയെ സംബന്ധിക്കുന്ന ചില രോഗങ്ങൾ വരുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രക്കാരുടെയാണ് അടുത്ത് പറയുന്നത്. 9 വയസ്സ് വരെയുള്ള പുണർദം നക്ഷത്രക്കാർക്ക് ഗുണകരമായ പലതും കുടുംബത്തിൽ നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛനും അമ്മയുടെയും കുടുംബസ്വത്ത്, ഈ കുട്ടിയുടെ അച്ഛനും അമ്മയുടെയും കുടുംബസ്വത്ത് ഭാഗം വെച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് അവർക്ക് അതിൻ്റെ ഒരു ഓഹരിയായിട്ട് വസ്തുക്കളോ അല്ലെങ്കിൽ വീടോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 9 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് ആരും സഹായിക്കാനില്ലാത്ത ഒരവസ്ഥ ചില പുണർദം നക്ഷത്രക്കാർക്ക് വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ അവർക്ക് അതുവഴി ചില പോലീസ് പരാതികളും കോടതി കേസുകളൊക്കെ വരേണ്ട സാധ്യതയുണ്ട്. അതുകൊണ്ട് രക്ഷകർത്താക്കൾ ഈ കാലഘട്ടത്തിൽ, ഈ പ്രായത്തിൽ കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കുക. ആരോടൊപ്പം കൂട്ടുകെട്ടുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ അവരൊന്ന് ശ്രദ്ധിക്കേണ്ടത് നല്ലതായിരിക്കും. അതുപോലെ നല്ല തൊഴിൽ കിട്ടുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കിട്ടിയ തൊഴിൽ ഉപേക്ഷിക്കരുത്. കാരണം ഈ തൊഴിൽ ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ ഈ കാലഘട്ടത്തിൽ ജോലി കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ ഉള്ള ജോലിയിൽ ഇരുന്നു കൊണ്ട് വേറെ ജോലിക്ക് ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 28 വയസ്സ് മുതൽ 45 വയസ്സ് വരെ ഉള്ളവർക്ക് വിവാഹം നടക്കാം. അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം നടക്കാനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിന് എല്ലാ സർവ്വവിധ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. ചെറിയ ചില രോഗങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഈ കാലയളവിൽ കാണുന്നില്ല. 45 വയസ്സ് മുതൽ 52 വയസ്സ് വരെ ഉള്ളവർക്ക് പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങൾ വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് നിങ്ങളിലുള്ള സമ്പത്തുകൾ പല രീതിയിലും ചൂഷണം ചെയ്ത് പോകാനുള്ള ഒരു സാധ്യതയുണ്ടായതിനാൽ എല്ലാ വഴിക്കും, സമ്പത്തിൻ്റെ എല്ലാ വഴിക്കും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചൊരു സാമ്പത്തിക അച്ചടക്കം നിങ്ങൾ പാലിക്കേണ്ടതാണ്. അല്ലെങ്കിൽ
ധനനാശം വരുന്നതിനുള്ള ഒരു നല്ല രീതിയിൽ ധനനാശം വരുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. 52 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്ര നാൾ നിങ്ങൾ അനുഭവിച്ച കുറച്ച് ഭയം, ബുദ്ധിമുട്ടുകൾ, ഈ കാരണങ്ങളെല്ലാം അവർക്ക് മാറി കിട്ടുന്നു. കൂടാതെ അവർക്ക് നല്ല വീട്, വാഹനങ്ങൾ, വസ്തുവകകളെല്ലാം വാങ്ങാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതിനുള്ള ഭാഗ്യം അവർക്ക് ലഭിക്കുന്നു. 72 വയസ്സ് മുതൽ മുകളിലോട്ട് ഉള്ളവർക്ക് പലതരത്തിലുള്ള ചില ദുഃഖങ്ങൾ വരുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് വീണിട്ട് എല്ലൊക്കെ ഒടിയുന്നതിനും ചതവുകളൊക്കെ പറ്റുന്നതിനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ശ്രദ്ധിച്ചാൽ മതി. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വീഴാതെയൊക്കെ അവർക്ക് സർജറിയൊന്നും ചെയ്യാണ്ട് ഒഴിവാക്കാൻ സാധിക്കും. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ടുള്ള ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ജാതകപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആയുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.